ഇടുക്കി രാജാക്കാട്ടിൽ അനുവദിച്ച ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നിർമ്മാണം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന് പഞ്ചായത്ത് അറിയിച്ചിരുന്നുവെങ്കിലും പദ്ധതി നടപ്പിലായില്ല. തോട്ടം കാർഷിക മേഖലയിൽ അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ ഫയർഫോഴ്സ് എത്തുന്നത് 30 കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. 2019 പ്രഖ്യാപിച്ച രാജാക്കാട് മിനി ഫയർ സ്റ്റേഷന് മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം ലഭിച്ചത് 2021 തുടർന്ന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിരുന്നു. രാജാക്കാട് ബസ് സ്റ്റാൻഡിലെ കെട്ടിടം വിട്ടു നൽകാമെന്ന് പഞ്ചായത്ത് അറിയിക്കുകയും ചെയ്തു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. രാജാക്കാട് ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ പോവുകയോ തീ പിടിക്കുകയോ ചെയ്താൽ രാജാക്കാട് ഒരു ഫയർഫോഴ്സിന്റെ വണ്ടി എത്തിച്ചേരണമെങ്കിൽ ഒന്നെങ്കിൽ മൂന്നാറിൽ നിന്നോ അല്ലെങ്കിൽ അടിമാലിൽ നിന്നോ വേണം. ഇവിടെ ഒരു വിഷയം ഉണ്ടായാൽ, ഒരു വീട് കത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ വീട് കത്തിത്തീർന്നാലും ഫയർ സ്റ്റേഷൻ വന്ന് ഇവിടുത്തെ തീ അണയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. രാജാക്കാട്, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ബൈസൺവാലി, കൊന്നത്തടി പഞ്ചായത്തുകളിൽ അപകട സാഹചര്യങ്ങളുണ്ടായാൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രാജാക്കാട് ഫയർ സ്റ്റേഷന്റെ പ്രഖ്യാപനം. നിലവിൽ 30 കിലോമീറ്ററിലധികം അകലെയുള്ള നെടുങ്കണ്ടം, അടിമാലി, മൂന്നാർ യൂണിറ്റുകളിൽ നിന്നുമാണ് അഗ്നിശമന സേന ഇവിടെ എത്തുന്നത്. വിദൂര മേഖലകളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും. അടിയന്തരമായി ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.